ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തു അവിടെയും ഇവിടെയൊക്കെ കളഞ്ഞു വെച്ചിട്ട് എൻ്റെ അന്തോണീസ് പുണ്യാള ഞാനിത് എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് തികച്ചും സുപരിചിതമായൊരു പ്രാർത്ഥനയാണ്. കാണാതായ വസ്തുക്കളുടെ മധ്യസ്ഥൻ അല്ലെങ്കിൽ കാണാതായ വസ്തുക്കളെ തേടിയെടുത്ത് നൽകുന്ന വിശുദ്ധനായ അന്തോണീസിൻ്റെ തിരുനാളാണ് ജൂൺ 13 എന്ന് പറയുന്നത്. അപ്പോൾ കാണാതായ വസ്തുക്കളെ കണ്ടുപിടിച്ച് നൽകുന്നവനായതുകൊണ്ടാണ് അന്തോണീസ് പുണ്യാളൻ നമ്മൾ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടവനായത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോഴും അവർക്കും അന്തോണീസ് പുണ്യാളനോട് വലിയ സ്നേഹവും ഭക്തിയുമൊക്കെയാണ്. എൻ്റെ വൈദിക പരിശീലന കാലയളവിലൊക്കെ ചില തമിഴ് ക്രിസ്ത്യൻ ഭവനങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ തിരുസ്വരൂപത്തിൻ്റെ ചുവട്ടിൽ വേറൊരാളും കാണും, ഈശോയാണ്. ഈശോയുടെ സ്വരൂപം വളരെ ചെറുത്, അന്തോണീസ് പുണ്യാളത് ഡബിൾ സൈസ് ഉള്ളതൊക്കെ. അവൻ അത്രമാത്രം സ്നേഹമാണ് അന്തോണീസ് പുണ്യാളനോട്. അപ്പോൾ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, അന്തോണീസ് പുണ്യാളനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാണാതായ വസ്തുക്കൾ കണ്ടെത്തി തരണമേ എന്ന പ്രാർത്ഥന മാത്രമായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. അന്തോണീസ് പുണ്യാളൻ്റെ മറ്റൊരു ഗുണത്തെക്കുറിച്ചാണ്, ആ മനുഷ്യനെ ഒരു വിശുദ്ധനാക്കിയ കാരണത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വിചിന്തനം ചെയ്യാനായിട്ട് പോകുന്നത്. അന്തോണീസിനെ വ്യത്യസ്തനാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കാണാതായ വസ്തുക്കൾ കണ്ടെത്തി തരുന്നു. രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രസക്തം, വിശുദ്ധൻ്റെ നാവ് അഴുകിപ്പോയിട്ടില്ലായിരുന്നു. അന്തോണീസ് പുണ്യാളൻ്റെ മരണശേഷം, സംസ്കാരത്തിന് ശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ കല്ലറ തുറന്നപ്പോൾ നാവ് അഴുകാതെ അതിൻ്റെ പവിത്രതയിൽ, അതിൻ്റെ പൂർണ്ണതയിൽ അവശേഷിക്കുന്നത് കണ്ട് വിശുദ്ധ ബൊനവെഞ്ചർ ഇപ്രകാരം പറഞ്ഞു: ഓ ഭാഗ്യപ്പെട്ടവനെ, നീ എത്രമാത്രം ദൈവസ്തുതികൾ പാടി. അപ്പോൾ ദൈവത്തിൻ്റെ സ്തുതികൾ പാടുവാനായിട്ടാണ് മനുഷ്യന് നാവ് നൽകിയിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ് അന്തോണീസ് പുണ്യാളൻ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സൃഷ്ടികളാണ്. നമ്മൾ സൃഷ്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ദൈവത്തിന് സ്തുതികൾ പാടുക. അതിൽ കവിഞ്ഞൊരു ദൗത്യം അല്ലെങ്കിൽ അതിൽ കവിഞ്ഞൊരു കടമ മനുഷ്യരായ നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനങ്ങളിൽ പലയിടങ്ങളിലായിട്ട് എൻ്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കുമെന്ന് സങ്കീർത്തനം ആലപിക്കുന്നത്. സങ്കീർത്തനം 34:1, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. വീണ്ടും സങ്കീർത്തനം 71:8, എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കും. എനിക്ക് തോന്നുന്നത് ഈ സങ്കീർത്തന വചനങ്ങളൊക്കെയും പൂർത്തിയാക്കപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അന്തോണീസ് പുണ്യാളനിലാണ്. കാരണം ആ വിശുദ്ധൻ്റെ നാവ് എപ്പോഴും ദൈവത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു, എപ്പോഴും വചനം പറയുവാനായിട്ട് ഉപയോഗിച്ചിരുന്നു, എപ്പോഴും നന്മ മാത്രം പറയുവാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ സ്തുതിയുടെ ജീവിതമായിരുന്നു അന്തോണീസിനെ വ്യത്യസ്തനാക്കിയത്, വിശുദ്ധനാക്കി മാറ്റിയത്. നമ്മൾ മലയാളികൾക്കൊക്കെയും പരിചയമുള്ള ഒരു ഗാനമാണ് തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ. അതെ, അതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈവവിളി എന്ന് പറയേണ്ടത്. അതായത് ദൈവത്തിൻ്റെ സ്തുതികൾ അർപ്പിക്കുക, ദൈവത്തിൻ്റെ നാമം പ്രകീർത്തിക്കുക. അതല്ലാതെ മറ്റൊരു ദൗത്യവും നമ്മുടെ നാവിന് നൽകപ്പെട്ടിട്ടില്ല. നന്മ പറയുക, ദൈവത്തെ സ്തുതിക്കുക എന്ന്. ഞാനും നിങ്ങൾക്കുമൊക്കെ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ മരിച്ച ഏതാനും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാവിൻ്റെയൊക്കെ കണ്ടീഷൻ എന്തായിരിക്കും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നാവ് കൊണ്ടുപോയി വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അഴുകാത്ത നാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാൽ നമ്മുടെ നാവ് നാണിച്ച് അവിടുന്ന് സ്ഥലം വിടും, അല്ലേ? എത്ര പരിതാപകരമായ ഒരവസ്ഥയിലായിരിക്കും നമ്മുടെ നാവിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാവ് പലപ്പോഴും പല അനാവശ്യ കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അസഭ്യം പറയുവാനായിട്ട്, കുറ്റപ്പെടുത്തുവാനായിട്ട്, വിമർശിക്കാനായിട്ട്. അങ്ങനെ നാവിൻ്റെ ദുർവിനിയോഗം വഴിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്. സ്നേഹമുള്ളവർ, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചെന്നൈയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു അമ്മ കുഞ്ഞിന് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ഞാൻ കേട്ടതനുസരിച്ച് അവർ 4ാമത്തെ നിലയിൽ നിന്നാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ എങ്ങനെയോ ആ അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് വഴുതി താഴേക്ക് വീണു. ഭാഗ്യത്തിന് 1ാം നിലയുടെ പാരപ്പറ്റിൽ ആ കുഞ്ഞ് പോയി പതിച്ചു. അയൽവാസികളൊക്കെ സഹായിച്ച് സാഹസികമായിട്ട് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്തു. ഈ കഥ നമ്മളിൽ പലരും പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഈ കഥയുടെ 2ാം ഭാഗം പലരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി, കുഞ്ഞിനെ അമ്മയുടെയും അപ്പൻ്റെയും കരങ്ങളിൽ ഏൽപ്പിച്ചു. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിൻ്റെ അമ്മ, ഈ രക്ഷപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം കഥ നമ്മളിൽ എത്ര പേർക്കറിയാം? ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം എല്ലാവരും ചേർന്ന് ഈ അമ്മയെ കുറ്റം പറയുവാനായിട്ട് തുടങ്ങി.
അവളുടെ പിടിപ്പുകേട് കൊണ്ടാണ്, അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് കുഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് വീണെന്ന് പറഞ്ഞ് എന്തെന്നില്ലാത്ത സൈബർ ആക്രമണം ആ പാവം സഹോദരി നേരിടേണ്ടതായിട്ട് വന്നു. ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും മറ്റയൽവാസികളുമൊക്കെ അകാരണമായിട്ട് ഈ സഹോദരിയെ കുറ്റപ്പെടുത്തി ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുവരെ പറഞ്ഞ് കഥകളുണ്ടാക്കി. ഇത് സഹിക്കാനാകാതെ വിഷാദ രോഗത്തിലേക്ക് ആ സഹോദരി വീഴുകയും ചികിത്സയിലാവുകയും ചെയ്തു. അങ്ങനെ ചികിത്സയിലായിട്ട് സ്വഭവനത്തിലേക്ക് പോയ സമയത്ത്, വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. വിശാലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ നാവിൻ്റെ ദുർവിനിയോഗം വഴിയായിട്ട് മറ്റുള്ളവരുടെ ജീവൻ വരെ അപഹരിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതൊരു കഥ മാത്രമാണെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, മക്കളുമായിട്ടുള്ള നമ്മുടെ സംഭാഷണത്തിൽ, അയൽപക്ക ബന്ധങ്ങളിലൊക്കെയും നമ്മൾ ഈ നാവിട്ടടിച്ചുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങളൊക്കെയും വരുത്തി വയ്ക്കുന്നത്. ഒന്ന് ക്ഷമിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നാവിന് അല്പം റെസ്റ്റ് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ, ഒത്തിരിയധികം സന്തോഷം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അന്തോണീസ് പുണ്യാളനെ പോലെ ഒരു വിശുദ്ധമായ നാവിന് ഉടമയാകുവാനായിട്ട്, ഒരു നല്ല ക്രിസ്ത്യാനിയാകുവാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് വിശുദ്ധ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം മുതൽ നമ്മൾ വായിക്കുന്നു. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത്. ശ്ലീഹ വീണ്ടും തുടർന്ന് പറയുകയാണ്, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായി അത് ശരീരം മുഴുവനെയും മലിനമാക്കും. നോക്കുക, നാവിൻ്റെ ദുർവിനിയോഗം വഴിയായിട്ട് യാക്കോബ് ശ്ലീഹ പറയുന്നു, നമ്മുടെ ശരീരം മുഴുവനും മലിനമാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കൊച്ചു കൊച്ചു സംഭാഷണങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിലൊക്കെയും ഈ നാവിൻ്റെ ദുർവിനിയോഗം സാരമായിട്ട് നമ്മളെ പാപികളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പ്രകൃതി ചക്രത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെ പോലും സ്തംഭിതമാക്കുന്ന തരത്തിൽ നാവിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യരുടെ പരസ്പര ബന്ധം, പരസ്പരമുള്ള സ്നേഹത്തെ പോലും ഇല്ലാതാക്കുവാനായിട്ട്, നിശ്ചലമാക്കുവാനായിട്ട് നാവിൻ്റെ ദുർവിനിയോഗം കൊണ്ട് ഒരു വ്യക്തിക്ക് സാധിക്കുമെന്നാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ അന്തോണീസ് പുണ്യാളനെ കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ എപ്രകാരമായിരുന്നിരിക്കാം അന്തോണീസിൻ്റെ നാവ്? അതിൻ്റെ ഉത്തരവും യാക്കോബ് 3:2 നമ്മൾ വായിക്കുന്നു. നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ അവന് കഴിയുന്നു. അപ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ നാവ് സംസാരത്തിൽ തെറ്റുവരുത്താത്ത നാവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്തോണീസ് പൂർണ്ണനായ ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ശരീരത്തെ മുഴുവൻ പവിത്രമായി കാത്തു സൂക്ഷിക്കുവാൻ അന്തോണീസ് പുണ്യാളന് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ നല്ലവണ്ണമുള്ള ഉപയോഗമാണ് അതിന് സഹായിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ എല്ലാവരും വീടുകളിൽ മൃഗങ്ങളെ പോറ്റി വളർത്തുന്നവരാണ്. മൃഗങ്ങളെയൊക്കെ വളർത്തുവാനായിട്ടും അതിനെ മെരുക്കുവാനായിട്ടും പ്രാവീണ്യമുള്ള മനുഷ്യന് ഇന്നും മെരുക്കാൻ കഴിയാതെ പോകുന്നത് ഒന്ന് മാത്രമാണ്, സ്വന്തം നാവ്. ഇപ്പോൾ ഈ വചനത്തിൽ തന്നെ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, കുതിരയെപ്പോലും മെരുക്കുവാൻ മനുഷ്യന് കഴിയും, ഒരു ആനയെപ്പോലും മെരുക്കുവാനായിട്ട് മനുഷ്യന് കഴിയും. പക്ഷേ നാവ് എന്ന ഈ ചെറിയ ഒരു അവയവത്തെ മെരുക്കുവാൻ മനുഷ്യന് സാധിക്കാതെ പോകുന്നതാണ് അവൻ്റെ പല പാപങ്ങളുടെയും കാരണമെന്ന് അന്തോണീസ് പുണ്യാളനും യാക്കോബ് ശ്ലീഹായും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ നാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങളെ പലപ്പോഴും നമ്മൾ മലയാളികൾ സാധാരണവൽക്കരിക്കാറുണ്ട്. ഇതൊക്കെ എന്താ ഇപ്പോൾ വലിയ പ്രശ്നം, നാവ് കൊണ്ട് 2 പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുകയില്ലല്ലേ. ചിലപ്പോഴൊക്കെ ചെറിയൊരു കോപമുണ്ടാകുമ്പോൾ ചിലർ അസഭ്യ പദങ്ങൾ ഉപയോഗിക്കുന്നു. ഒരല്പം മദ്യമുള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അസഭ്യ പദങ്ങൾ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ വീണ്ടും അസഭ്യമായ പദങ്ങൾ ഉപയോഗിക്കുന്നു. ചീത്ത വാക്കുകൾ, അസഭ്യ പദങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഷയാണ് മലയാളം എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട്. എനിക്ക് ലോകത്തിൻ്റെ പല ദിക്കുകളിലായിട്ട് പല ഭാഷാ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളുണ്ട്. പല ഭാഷകളും ലോകഭാഷകളും കുറേശ്ശെയൊക്കെ പഠിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പഠിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴും
എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മലയാളത്തിലുള്ളതുപോലെ അസഭ്യ പദങ്ങൾ മറ്റൊരു ഭാഷയിലും കാണുകയില്ല എന്നുള്ളതാണ്. ചെറുതും വലുതുമായ കാര്യങ്ങൾക്കൊക്കെ വളരെ മ്ലേച്ഛവും അസഭ്യവുമായ പദങ്ങൾ പൊതുവായിട്ട് പോലും പബ്ലിക്കായിട്ട് പോലും പറയുവാനായിട്ട് നമ്മൾ മലയാളികൾക്ക്, ക്രിസ്ത്യൻസിന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം. പണ്ടെന്നോ കേട്ടു പറഞ്ഞ ഒരു കഥയാണ്. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഒരു ഇടവകയിൽ. നല്ല സമർത്ഥനായ ഒരു വ്യക്തി. അദ്ദേഹം ഇടവകയോട് ചേർന്ന് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുമായിരുന്നു. ഇടവക വികാരിയച്ചനും അവിടുത്തെ സിസ്റ്റേഴ്സിനും നാട്ടുകാർക്കൊക്കെ ഈ മകനെ വലിയ ഇഷ്ടമാണ്. ചെറുപ്പക്കാരൻ, യുവാവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ചെറിയ കുഴപ്പമുണ്ട്. അരിശം വന്നു കഴിഞ്ഞാൽ അസഭ്യ പദങ്ങൾ ഉപയോഗിക്കും. നമ്മൾ തെറി എന്നൊക്കെ പറയുന്നു. വായിൽ ഇതിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. നല്ല മനുഷ്യൻ, പുറമേ നല്ല മനുഷ്യൻ, എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അല്പം കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. വായിൽ നിന്നും അസഭ്യ പദങ്ങൾ ഉറപ്പായിട്ടും പുറപ്പെടും. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി, ഇത് കാര്യം അത്ര നല്ലതല്ലോ, പന്തിയല്ലല്ലോ കാര്യം. കാരണം ഇത്രയും എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു, ഞാൻ ഈ നാടിനും ഇടവകയ്ക്കും വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവനാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം ഒരു രോഗം പോലെ അദ്ദേഹത്തെ പിന്തുടരുകയാണ്. അദ്ദേഹം സ്വന്തം വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ നാവ് അശുദ്ധമാണ്. എനിക്ക് വായെടുത്താൽ അസഭ്യ പദങ്ങളാണ് എപ്പോഴും വരുന്നത്. എനിക്ക് കോപിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചീത്ത വാക്കുകൾ എൻ്റെ വായിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അവൻ മുട്ടുകുത്തി വികാരിച്ച് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. 1-2 ആഴ്ചത്തേക്ക് കുറവുണ്ടായിരുന്നു. വീണ്ടും അരിശം വരുമ്പോൾ അദ്ദേഹം കോപിക്കും, അസഭ്യ പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. വീണ്ടും അദ്ദേഹത്തിന് അതൊരു തലവേദനയായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയി. വികാരിച്ചൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോൾ യുവാവിന് വലിയ സന്തോഷമായി. പഴയ വികാരിച്ചൻ്റെ അടുത്ത് നിന്ന്, അച്ഛന് സുഖമല്ലേ? അച്ഛനും ഇദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് സുഖമൊക്കെ അല്ലേ? പെട്ടെന്നാണ് അച്ഛൻ ഓർത്തത്, ഇവൻ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ അസഭ്യ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ദുസ്വഭാവം. മോനെ, നിൻ്റെ ആ അസുഖം, നിൻ്റെ അസഭ്യ പദങ്ങൾ ഉപയോഗിക്കുന്ന കുഴപ്പം മാറിയോ? ചീത്ത വാക്കുകൾ എപ്പോഴും വായിൽ വരുവാന്നല്ലേ കൊച്ചിട്ട്, മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, വലിയ സന്തോഷത്തോടെ പറയട്ടെ, എനിക്ക് ആ പ്രശ്നത്തിൽ നിന്നും പരിപൂർണ്ണ സൗഖ്യം കിട്ടി. ഞാനിപ്പോൾ ഒരിക്കലും അസഭ്യ പദങ്ങൾ ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വികാരിച്ചന് കൗതുകമായി, ഇതെങ്ങനെ സംഭവിച്ചു? അച്ഛൻ ചോദിച്ചു, നീ ആരുടെ അടുത്താണ് കൗൺസിലിങ്ങിന് പോയത്? അവൻ പറഞ്ഞു, ഞാൻ ആരുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോയില്ല. കൗൺസിലിങ്ങിന് പോയി, പക്ഷേ ഒന്നും ഫലിച്ചില്ലെന്ന് പറഞ്ഞു. എവിടെയാണ് ധ്യാനിക്കാൻ പോയത്? ഒരു ധ്യാനത്തിന് പോയില്ല അച്ഛാ. നിന്നെ ആരാ ഗുണദോഷിച്ചത്? ഒന്നും ചെയ്തില്ല അച്ഛാ, ഒന്നും ഫലിച്ചില്ല. പിന്നെ നിനക്ക് എന്ത് സംഭവിച്ചു? നിനക്ക് എങ്ങനെയാണ് ഈ അസഭ്യം പറയുന്നതിൽ നിനക്ക് മോചനം കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഞാനൊരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് കൊണ്ടോ? കല്യാണം കഴിച്ചിട്ട് മാറിയില്ല അച്ഛാ. പിന്നെ നിനക്ക് എന്താ സംഭവിച്ചെന്ന് വ്യക്തമായി പറയേ. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, കല്യാണം കഴിച്ച് 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നു. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും എന്നേക്കാൾ അതീതനായിട്ട് കാണപ്പെട്ടു. ഞാൻ പറയുന്ന ചീത്തകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവനെ തിരിച്ചിങ്ങോട്ട് വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് വലിയ സൗഖ്യം കിട്ടിയെന്ന് പറയുകയുണ്ടായത്. സുലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഈ അസഭ്യ വാക്കുകളും ചീത്തകളുമൊക്കെ ഇല്ലേ, അത് ചിലപ്പോൾ ആണത്തത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ കാണുന്നുണ്ടാകാം. അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണും. ചില വീടുകളിൽ ഇപ്പോൾ അമ്മമാരും ചിലപ്പോൾ ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് പൗരുഷത്വത്തിൻ്റെയോ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയോ ഒക്കെ അടയാളമായിട്ട് മാറാതെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പോലും ശിഥിലമാക്കുന്ന തരത്തിലുള്ള പാപമാണ് നാവിൻ്റെ ദുർവിനിയോഗം എന്ന് നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളുക. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തെ ക്ലേശകരമാക്കുവാൻ, മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുവാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല പാപമാണ് നാവ് കൊണ്ടുള്ള പാപമെന്ന് പറയുന്നത്. കാരണം മനുഷ്യബന്ധങ്ങളെ തകർത്തെറിയുവാൻ മാത്രം ശക്തിയുള്ളതാണ് നമ്മുടെ നാവ്. പലപ്പോഴും നമ്മൾ സാധാരണവൽക്കരിക്കുന്ന ചില പാപങ്ങൾ, അതായത് മറ്റുള്ളവരെ വിഡ്ഢി എന്ന് വിളിക്കുന്നു, മുൻപ് പറഞ്ഞ പോലെ ചീത്ത വിളിക്കുന്നു, ചിലർക്കാകട്ടെ യാക്കോബ് ശ്ലീഹ പറയുന്ന പോലെ വൻപ് പറയുന്നു, പൊങ്ങച്ചം പറയുന്നു, മറ്റുള്ളവരെ അനാവശ്യമായിട്ട് അകാരണമായിട്ട് വിമർശിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ പാപങ്ങളാണ് എന്ന് ചിലപ്പോൾ നമ്മൾ ന്യായീകരിച്ചേക്കാം. അല്ല, ഇത് ചെറിയ പാപങ്ങളല്ല, മറിച്ച് അന്ത്യവിധി നാളിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായ പാപങ്ങളാണ് ഇവയൊക്കെ എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വചനം പറയുന്ന ഇപ്രകാരമാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ വ്യാജം പറയുന്നവരായിക്കൊള്ളട്ടെ, കുറച്ച് അസഭ്യ വാക്കുകൾ പറയുന്നവരായിക്കൊള്ളട്ടെ, അതൊക്കെ ചെറിയ സമയത്തേക്ക് വേണ്ടി കൊച്ചു കൊച്ചു അവസരങ്ങളിൽ വായിൽ വരുന്ന നമ്മൾ വിളിച്ചങ്ങോട്ട് പറയും. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ പറയുന്ന ഈ ഓരോ മോശം വാക്കുകളും, നമ്മൾ പറയുന്ന ഈ ഓരോ വ്യർത്ഥ വാക്കുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു സത്യമാണ് മത്തായി സുവിശേഷകൻ നമുക്ക് മുൻപിൽ വരച്ച് കാണിക്കുന്നത്. ഇനിയും നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കും,
നമ്മുടെ നാവിനെ അശുദ്ധമാക്കുന്ന ഓരോ ചീത്ത വാക്കുകളും സഹോദരങ്ങളെ, അത് നാവിൻ തുമ്പത്ത് പെട്ടെന്ന് വിരിഞ്ഞു വരുന്നതല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ ആത്മാവിനുള്ളിൽ കുടികൊള്ളുന്ന ജീർണതയാണ് നമ്മുടെ നാവിൻ്റെ അഗ്രത്തിൽ പലപ്പോഴും വിരിഞ്ഞു വരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ പാപത്തിൻ്റെയും സ്രോതസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയമാണ്. അത് വ്യഭിചാരമായിക്കൊള്ളട്ടെ, കൊലപാതകമായിക്കൊള്ളട്ടെ, മോഷണമായിക്കൊള്ളട്ടെ, അത് പ്രവൃത്തിയിൽ ഫലിക്കുന്നതിന് മുൻപേ തന്നെ ആദ്യം പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നുമാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കുടികൊള്ളുന്ന ഈ പാപങ്ങളൊക്കെയും പുറത്തു വരുന്നത് ചിലപ്പോൾ വാക്കുകളുടെ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ തൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ പറയുന്നത്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നമ്മൾ ഓരോരുത്തരും ഈ അസഭ്യ ഭാഷണത്തിലും വ്യാജം പറയുന്നതിലുമൊക്കെ തമാശയ്ക്കായിട്ടാണെങ്കിലും ഇടപെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലെ എന്തോ ജീർണതയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, അന്തോണീസ് പുണ്യാളൻ്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്ന നല്ല സുഹൃത്തുക്കളായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഉൾപ്പെടെയുള്ളവർ അന്തോണീസ് പുണ്യാളന് പ്രിയപ്പെട്ടവരായിരുന്നു. അന്തോണീസ് മരിച്ചപ്പോൾ ഏറ്റവും ദുഃഖമുണ്ടായത് ആ നാട്ടിലെ കൊച്ചു കുട്ടികൾക്കായിരുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അന്തോണീസ്. കാരണം നല്ല നാവിന് ഉടമയാണ് അന്തോണീസ് പുണ്യാളൻ. ആരെയും വെറുപ്പിക്കില്ല, ആരെയും ദുഃഖിപ്പിക്കില്ല, എല്ലാവരെയും തൻ്റെ നാവിൻ്റെ നല്ല വിനിയോഗം വഴിയായിട്ട് ചേർത്ത് പിടിക്കും. ഇനി ഇതിന് വിപരീതമായൊരു ഉദാഹരണം നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നാവിൻ്റെ ദുർവിനിയോഗം വഴിയായിട്ട് മറ്റുള്ളവർക്ക് അമർഷവും ഉതപ്പും പകർന്നു നൽകിയ ചില വ്യക്തികൾ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളിൽ സെബദീ പുത്രന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർക്കറിയാം ഈശോ രാജാവാകാനായിട്ട് പോവുകയാണ്, അവിടുന്ന് ഭരണം പിടിച്ചടക്കിയേക്കും. അപ്പോൾ പ്രമാദമായ പൊസിഷനുകൾ അവർക്ക് വേണം. അവരത് നേരിട്ട് വന്ന് ചോദിക്കുകയാണ്. ശരിക്കും യേശുവിൻ്റെ ശിഷ്യത്വത്തെ അവർ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, പൊളിറ്റിസൈസിങ്. അതാണ് അവർ ചെയ്യുന്നത് അവിടെ. ഇത് കണ്ടപ്പോൾ ഈ വചനത്തിൻ്റെ അവസാനമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് 41-ാം തിരുവചനത്തിൽ, ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യാക്കോബിനോടും യോഹന്നാനോടും മറ്റ് ശിഷ്യന്മാർക്ക് അമർഷം തോന്നാനിടയായ പാപം എന്താണ്? അവർ പ്രവർത്തിച്ചതെന്താണ്? അവർ വിചാരം കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവർ പ്രവൃത്തി കൊണ്ട് ശിഷ്യന്മാരെ ദ്രോഹിച്ചുവോ? ഇനി ഉപേക്ഷയുടെ പാപം എന്തെങ്കിലും ചെയ്തുവോ? ഇല്ല. അവർ വാക്കുകൊണ്ട് മറ്റുള്ളവരെല്ലാം മുറിപ്പെടുത്തി. കാരണം 12 പേരും യേശുവിന് പ്രിയപ്പെട്ടവരായിരുന്നു, 12 പേരും തുല്യരായിരുന്നു. എന്നാൽ ഈ 2 പേര് യേശുവിനോട് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളെ സ്പെഷ്യലായിട്ട് കരുതിക്കൂടെ? അങ്ങയുടെ രാജ്യത്തിൽ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള പ്രത്യേകത യോഗ്യത ഞങ്ങൾക്ക് നൽകിക്കൂടെ? അവരുടെ നാവിന് കൺട്രോൾ ഇല്ലാതെ പോയപ്പോൾ, അവരുടെ നാവിനെ നിയന്ത്രിക്കുവാൻ അവർക്ക് കഴിയാതെ പോയപ്പോൾ മറ്റുള്ളവർക്ക് അമർഷം തോന്നി. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, ഈ 2 ഉദാഹരണങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അന്തോണീസ് പുണ്യാളൻ നന്മ സംസാരിക്കുന്നു, നാവ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു, എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് അന്തോണീസ് മാറുന്നു. എന്നാൽ നാവിൻ്റെ തെറ്റായ ഉപയോഗം വഴിയായിട്ട് മാത്രം ഈ 2 ശിഷ്യന്മാർക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അമർഷം ഉളവാക്കുവാനായിട്ട് അവരെ കൊണ്ട് കഴിയുകയും ചെയ്യുന്നു. ഈ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സംഘർഷങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് നാവിൻ്റെ ദുർവിനിയോഗമാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പണ്ട് കാലത്തൊക്കെ പുരുഷന്മാരായിരുന്നു എപ്പോഴും ശണ്ട കൂടിയിരുന്നതും ചീത്ത പറഞ്ഞിരുന്നതുമൊക്കെ. ഇപ്പോൾ കാര്യം അങ്ങനെയല്ല കേട്ടോ. അമ്മമാർക്ക് എന്നോട് വിഷമമൊന്നും തോന്നരുത്. അമ്മമാരിപ്പോൾ നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കും. ചേട്ടനോട് പറയും, ചേട്ടൻ ഇത് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പുറം കയറ്റി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി പറയും. ഇങ്ങനെ പല വീടുകളിലും ചെന്ന് കഴിയുമ്പോൾ ഒരുതരം ലേലം വിളിയാണ് നടക്കുന്നത്. ലേലം വിളി പുരുഷന്മാർക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഭാര്യമാരുടെ അപ്പനും അമ്മയ്ക്കും കൂട്ടി ചീത്ത വിളിക്കുക എന്ന് പറയുന്നത്. നിൻ്റെ അപ്പച്ചൻ അങ്ങനെയല്ലേ, നിൻ്റെ അമ്മച്ചി അങ്ങനെയല്ല എന്ന് പറയും. ഇവള് വിടുവോ? ഇവള് പറയും നിങ്ങളുടെ അപ്പച്ചൻ അങ്ങനെയല്ലേ, നിങ്ങളുടെ അമ്മച്ചി അങ്ങനെയല്ലേ എന്ന്. ഇവൻ വിടുവോ? അവൻ വീണ്ടും ലേലം വിളിയുടെ ഡോസ് കൂട്ടും. ഇങ്ങനെ പല കുടുംബങ്ങളിലും ഈ വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമാടലും വാക്കുകൾ കൊണ്ടുള്ള ലേലം വിളിയുമാണ്
കുടുംബ ജീവിതത്തെ ദുസ്സഹമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ നാവിനെ ഏത് വിധത്തിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നുള്ളതിന് ഒരു ചെറിയ സൂത്രവാക്യം ഞാൻ നൽകുകയാണ്. അന്തോണീസ് പുണ്യാളനെ പോലെ ആയി മാറുവാനായിട്ട്, അന്തോണീസിനെ മാതൃകയാക്കിയിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നല്ല രീതിയിൽ നാവിനെ ഉപയോഗിച്ച് നല്ലൊരു സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോകുവാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. നാവിന് വിശ്രമം കൊടുക്കുക, കാതിന് ജോലി കൊടുക്കുക. നാവിന് വിശ്രമം കൊടുക്കുക, കാതുകൾക്ക് ജോലി കൊടുക്കുക. ഇന്ന് പല കുടുംബങ്ങളിലും, ഞങ്ങളുടെ സന്യാസ ഭവനങ്ങളിലും ഒക്കെ ആയിക്കൊള്ളട്ടെ, വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇന്ന് കേൾക്കുവാൻ ആരും തയ്യാറല്ല. എൻ്റെ ഭാര്യ പറയുന്നത്, എൻ്റെ ഭർത്താവ് പറയുന്നത്, എൻ്റെ സഹസന്യാസി പറയുന്നത് കേൾക്കുവാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പറയുന്നത് മാത്രം നിങ്ങളങ്ങോട്ട് കേട്ടേച്ചാൽ മതി എന്നതാണ് പലപ്പോഴും നമ്മുടെ ഒരു പെരുമാറ്റ രീതി എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് നാവിന് റെസ്റ്റ് കൊടുക്കുക. എപ്പോഴും ഈ ലേലം വിളി വീടുകളിൽ തുടരാതെ നാവിനെ അടക്കിയിട്ട് ശ്രവിക്കുവാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മറ്റൊരു അന്തോണീസായിട്ട് പരിണമിക്കും. അന്തോണീസ് പുണ്യാളുടെ മാതൃകയിൽ നമ്മുടെ കുടുംബങ്ങളെയും വളർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള അമ്മമാരെ, അപ്പച്ചന്മാരെ, വസ്തുവകകൾ കാണാതെ പോകുമ്പോൾ മാത്രം വിളിക്കേണ്ടുന്നൊരു വിശുദ്ധനല്ല അന്തോണീസ്. പകരം നമ്മെ തന്നെ കാണാതാകുമ്പോൾ, നമ്മുടെ നാവിൻ്റെ ദുർവിനിയോഗം വഴിയായിട്ട് പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മൾ കാണാതെ പോകുമ്പോൾ നമ്മളെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നതും വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മധ്യസ്ഥമാകട്ടെ. അപ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ വിശുദ്ധരെ മധ്യസ്ഥം വഴിയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാവുകളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധമായി പവിത്രമായി കാത്തു സൂക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.